ഹായ് ഫ്രണ്ട്സ്, ടെക്പൊടിക്കളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പുതിയ 5 ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്താനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻസ് ഇഷ്ടപ്പെടും. ഞാൻ എന്നും കൊണ്ടുവരുന്ന പോലെ തന്നെ നല്ല എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന നല്ല അടിപൊളി ആപ്ലിക്കേഷൻസാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അധികം സമയം കളയുന്നില്ല, നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്കിറ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മളുടെ ഫോണുകൾ പല സാഹചര്യത്തിൽ ഹാങ് ആകുമ്പോഴൊക്കെ റീസ്റ്റോർ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ റീസ്റ്റോർ ചെയ്ത് വരുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനുകളാണ്. ആപ്ലിക്കേഷന് മുഴുവൻ പോവും. ഹാർഡ് റീസെറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആപ്ലിക്കേഷൻ മുഴുവൻ പോകും. പിന്നെ നമ്മളുടെ ഡേറ്റ ഒക്കെ കളഞ്ഞിട്ട് പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻസ് മുഴുവൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ച് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഇപ്പോൾ ഉള്ള ഫോണിലെ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഒരു APK നമ്മളുടെ ഫോണിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മെമ്മറി കാർഡിലേക്കോ ഇൻറ്റേർണൽ മെമ്മറിയിലേക്കോ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ റീസ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഡേറ്റ കളയാതെ തന്നെ നമ്മളുടെ സ്റ്റോറേജിൽ നിന്ന് ഈ APK ഡയറക്റ്റായിട്ട് നമ്മളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു ആപ്ലിക്കേഷനും ഇതുപോലെ നമുക്ക് APK ആയിട്ട് നമ്മളുടെ ഫോണിലേക്ക് എടുത്തു വെച്ചിട്ട് പിന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പ്രയോജനം മനസ്സിലാകും. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മളുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഫയർഫോക്സ് സ്ക്രീൻഷോട്ട് ഗോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ മറ്റുള്ള സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് സൈഡിലൊരു സ്ക്രീൻഷോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ലൈറ്റ് വിസിബിൾ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് നമുക്ക് സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതിൽ പ്രസ് ചെയ്താൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ചെയ്യും സ്ക്രീനിൻ്റെ. ആ സ്ക്രീൻഷോട്ട് നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യാനായിട്ട് അപ്പം തന്നെ ഒരു സ്ക്രീൻ വരും. നമുക്ക് കൂടുതലായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്ന ഒരു ആൾക്കാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കാര്യം എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏതൊരു കാറ്റഗറിയിലേക്ക് സെറ്റ് ചെയ്യണം, ഏതൊരു ഫോൾഡറിലേക്ക് മാറ്റിയിടണം എന്നൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ അന്നേരം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഗാലറിയിലേക്ക് പോയിട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. നമുക്ക് ഒരു പ്രോപ്പർ ഒരു ഫോൾഡർ നെയിം കൊടുത്ത് അപ്പോൾ തന്നെ ഒരു മൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ രീതിയിലാണ് നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻഷോട്ട്, അപ്പം ഫോൺ ഉപയോഗിച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്നവർക്ക് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് നാവി എന്ന് പറയുന്ന ഒരു ഡൗൺലോഡ് മാനേജറാണ്. പലപ്പോഴും നമ്മൾ ഫോണിൽ ഡൗൺലോഡ് മാനേജറുകൾ ഉപയോഗിക്കാറില്ല. നമ്മളുടെ ഫോണിലെ ബ്രൗസറിലൂടെ തന്നെയാണ് നമ്മൾ പല കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ UC ബ്രൗസർ പോലുള്ള ബ്രൗസറിലൊക്കെ ഇതുപോലത്തെ ഡൗൺലോഡ് മാനേജറിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ എന്നാൽ പോലും ചില സാഹചര്യത്തിൽ നമുക്ക് ഡൗൺലോഡ് മാനേജറിൻ്റെ ആവശ്യം വരാറുണ്ട്. ഈ ഒരു ഡൗൺലോഡ് നേവി എന്ന് പറയുന്ന ഡൗൺലോഡ് മാനേജർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു പ്രാവശ്യം പോസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഡേറ്റയൊക്കെ ഇന്നത്തെ ഡേറ്റ 1 GB തീരാറായി, നാളെ ഡൗൺലോഡ് ചെയ്യണം ബാക്കിയെന്നുണ്ടെങ്കിൽ ഇന്ന് പോസ് ചെയ്തിട്ട് നാളെ നമുക്ക് വീണ്ടും ആ ഒരു ഡൗൺലോഡ് റെസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഡൗൺലോഡിംഗ് ഒക്കെ ഈ ഒരു ഡൗൺലോഡ് നാവി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ വലിയ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വലിയ ഫയലുകളൊക്കെ പോസ്റ്റ് ചെയ്ത് റെസ്യൂം ചെയ്ത് ഡൗൺലോഡ് 2-3 പ്രാവശ്യമായിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ആപ്ലിക്കേഷനാണ് സോർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നമ്മളുടെ ഫോണിൽ ഒരുപാട് മെസ്സേജുകൾ, അപ്പോൾ നമ്മൾ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെസ്സേജ് വരാറുണ്ട്. നമ്മൾ പേടിഎമ്മിലൂടെ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെസ്സേജ് വരാറുണ്ട്. അങ്ങനെ ഒരുപാട് മെസ്സേജുകളൊക്കെ നമ്മുടെ ഫോണിൻ്റെ മെസ്സേജ് ഇൻബോക്സിൽ വന്ന് കുമിഞ്ഞുകൂടുകയാണ്. അപ്പം ഇതൊന്നും ഒരു സോർട്ടഡ് ഫോമിലല്ല പല ഫോണുകളിലും കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഈ മെസ്സേജുകളെ ഒരു സോർട്ടാക്കിയിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യും. നമ്മളുടെ ഇപ്പോൾ ബാങ്കിൻ്റെ മെസ്സേജുകൾ തന്നെ ആണെങ്കിൽ അതൊരു കാറ്റഗറൈസ് ചെയ്തിട്ടായത് നമുക്ക് എത്ര എക്സ്പെൻസ് നമ്മൾ ചിലവാക്കി, നമുക്ക് എത്ര ക്രെഡിറ്റ് വന്നു നമ്മളുടെ അക്കൗണ്ടിലേക്ക്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്, ഒരു ഫിനാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള ഏത് പേടിഎമ്മിൻ്റെ കാര്യത്തിലാണ് ആ പേടിഎമ്മിൻ്റെ മെസ്സേജ്
മെസ്സേജുകളെല്ലാം ഒരു സൈഡിൽ ഒരു ഫോൾഡറിലാക്കിയിട്ട് തരും. ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജുകളിൽ ഒരു ഫോൾഡറിലാക്കിയിട്ട് തരും. അതുമാത്രമല്ല നമുക്ക് നമ്മൾ എത്ര ഡെബിറ്റ് അല്ലെങ്കിൽ എത്ര ക്രെഡിറ്റ് പോയി, എത്ര ഡെബിറ്റ് പോയി എന്നൊക്കെയുള്ള ഒരു ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തരും. വളരെ സേഫായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇങ്ങനെ ഒരു മെസ്സേജ് മോണിറ്റർ ചെയ്യണം എന്നുള്ളവർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക, പ്രയോജനപ്പെടും. നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ ആപ്ലിക്കേഷനാണ് MIUI 5 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ വലിയ ഫോണുകളിലൊക്കെ നമുക്ക് വൺ ഹാൻഡഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് നമ്മളുടെ നോട്ടിഫിക്കേഷൻ ബാറുകളൊക്കെ താഴേക്കാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ നോട്ടിഫിക്കേഷൻ ബാർ അവിടെ തന്നെ ഇരിക്കട്ടെ, താഴെ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ, അതായത് നമ്മളുടെ വൈഫൈ, ഡേറ്റ, നമ്മളുടെ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ, ഇതൊക്കെ താഴെ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ, അതായത് ഫോണിൻ്റെ ബോട്ടത്തിൽ നിന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ ബാർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുവഴി നമുക്ക് വലിയ നീളമുള്ള ഫോണുകളിലൊക്കെ ഈസി ആയിട്ട് താഴെ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ, നമ്മൾ ഡേറ്റ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പാകത്തിലാക്കി തരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തിയ 5 ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ടാർഗറ്റ് തന്നെയാണ് വെക്കുന്നത്. ലാസ്റ്റ് വീഡിയോയുടെ ടാർഗറ്റ് ഇതുവരെ ഫുൾഫിൽ ആയിട്ടില്ല. 100 ലൈക്കായിരുന്നു പറഞ്ഞത്, ഇതിനും 100 ലൈക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലൈക്ക് തരണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രിപ്ഷനും ഓരോ കമൻറ്റുമാണ് നമുക്ക് അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏക ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ആപ്സുകളും വീഡിയോസുമായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ കാത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈ.